എരഞ്ഞോളി ബോംബ് സ്ഫോടനത്തിന് പിന്നാലെ തലശ്ശേരി മേഖലയിൽ വ്യാപക റെയ്ഡ്. തലശ്ശേരി പാനൂർ ചൊക്ലി പ്രദേശങ്ങളിലാണ് റെയ്ഡ്. വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്നും നിഖിൽ ചേരുന്നു. നിഖിൽ, ഇന്നലെ ചോറ്റുപാത്രത്തിനകത്തെ ബോംബ് പൊട്ടിത്തെറിച്ച് വൃദ്ധൻ മരിച്ചതിന് പിന്നാലെ ഇപ്പോൾ പോലീസ് വ്യാപകമായ തെരച്ചിൽ റെയ്ഡ് നടപടികളിലേക്ക് കടന്നിരിക്കുന്നു. ആ കേസുമായി ബന്ധപ്പെട്ടും പോലീസിന്റെ അന്വേഷണം ഏതൊക്കെ നിലയ്ക്കാണ് പുരോഗമിക്കുന്നത്? എന്താണിപ്പോൾ അവിടെ നിന്നും നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? ഇന്നലെ ഉണ്ടായ ഈ ദാരുണ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്നിപ്പോൾ വ്യാപകമായ റെയ്ഡാണ് തലശ്ശേരി പാനൂർ ചൊക്ലി മേഖലകളിൽ പോലീസ് നടത്തി വരുന്നത്. ഒരുമിച്ച് തന്നെ പലയിടങ്ങളിൽ റെയ്ഡ് നടത്തുന്ന ഒരു രീതിയിലേക്കാണ് പോലീസ് പോയിട്ടുള്ളത്. ഇത്തരത്തിൽ പലയിടങ്ങളിലും ബോംബ് സൂക്ഷിച്ചു വച്ചിട്ടുണ്ടാവുമെന്ന ഒരു നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇങ്ങനെ ഒരുമിച്ചുള്ള ഒരു റെയ്ഡിലേക്ക് കടന്നിരിക്കുന്നത്. ഒരുപക്ഷെ ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്നത്തെ റെയ്ഡുകളെങ്കിൽ പോലും വ്യാപകമായി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ കണ്ണൂർ ജില്ലയുടെ ഈ മട്ടന്നൂർ, തലശ്ശേരി, പാനൂർ, ചൊക്ലി തുടങ്ങിയ മേഖലകളിൽ റെയ്ഡ് നടന്നു വരുന്നുണ്ട്. ഇങ്ങനെ പോലീസ് റെയ്ഡ് നടത്തുന്നതിനിടയിൽ തന്നെയാണ് ഇങ്ങനെ ഇത്തരത്തിലൊരു സ്ഫോടനം ഉണ്ടായതും ഒരു വയോധികന് ജീവൻ നഷ്ടപ്പെട്ടതും എന്നത് അതീവ ഗൗരവത്തോടു കൂടി തന്നെയാണ് പോലീസ് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ ഇത്ര ശക്തമായ ഒരു റെയ്ഡിലേക്ക് പോലീസ് കടക്കുന്നതും. ഈ വേലായുധന്റെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം തുടരുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അന്വേഷിക്കുന്നത് ഈ ആളൊഴിഞ്ഞ പൂട്ടിക്കിടക്കുന്ന വീട് പരിസരത്ത് എങ്ങനെ ബോംബ് എത്തി, ഈ ഒരു ബോംബ് മാത്രമാണോ അവിടെ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നത്, അതോ ഏതെങ്കിലും സാഹചര്യത്തിൽ അവിടെ നിന്ന് ബോംബ് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നോ, ഈ വേലായുധൻ എവിടെ നിന്നാണ് ഈ ബോംബ് ശേഖരിച്ചത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കാരണം ഈ ആൾപ്പാർപ്പുള്ള ഒരു മേഖല തന്നെയാണിത്. ചുറ്റും വീടുകൾ ഉണ്ട്, ആ വീടുകളിലെല്ലാം തന്നെ താമസക്കാരുണ്ട്. അതിന്റെ നടുവിലാണ് ഈ ആളൊഴിഞ്ഞ ഒരു വീടും പറമ്പും ഉള്ളത്. അപ്പോൾ അവിടെ ബോംബ് കൊണ്ട് സൂക്ഷിക്കുന്ന ഒരു സാഹചര്യം എങ്ങനെ ഉണ്ടായി എന്നതിനെ കുറിച്ചൊക്കെയുള്ള അന്വേഷണം പോലീസ് ഏതായാലും നടത്തി വരുന്നുണ്ട്. ഇന്നിപ്പോൾ നിയമസഭയിൽ മുഖ്യമന്ത്രി തന്നെ പറയുന്നത് ശക്തമായ നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ്. ആ നടപടികളുടെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു വിശദമായ പരിശോധനയിലേക്ക് പോലീസ് കടന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഈ തലശ്ശേരി, പാനൂർ, ചൊക്ലി മേഖലകളിൽ ബോംബ് നിർമ്മാണം വ്യാപകമാണെന്നും പലയിടങ്ങളിലും ഇത് സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് എന്നും നേരത്തെ തന്നെ ആരോപണം ഉയർന്നതാണ്. ആരോപണത്തിനും അപ്പുറത്തേക്ക് പലപ്പോഴും ബോംബ് കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ ന്യൂമാഹി ഉൾപ്പെടെയുള്ള മേഖലകളിൽ വീടുകൾക്ക് നേരെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷവും ലോക്സഭാ തെരഞ്ഞെടുപ്പിനോട് അടുത്ത ദിവസങ്ങളിലുമെല്ലാം വീടുകൾക്ക് നേരെ ഉൾപ്പെടെ ബോംബാക്രമണം ഉണ്ടാകുന്ന സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിൽ പോലീസ് അതീവ ജാഗ്രത തുടരുന്ന ഒരു സാഹചര്യവും മേഖലയിൽ ഉണ്ടായിരുന്നു. പക്ഷെ അതിനിടയിലും ഈ ബോംബ് നിർമ്മാണവും ശേഖരണവും ഒക്കെ കൃത്യമായി കണ്ണൂരിന്റെ വിവിധ മേഖലകളിൽ നടക്കുന്നു എന്ന സൂചന നൽകുന്നതായിരുന്നു ഇന്നലത്തെ സംഭവം. അതോടുകൂടി പോലീസ് കുറച്ചുകൂടി അധികം ജാഗ്രതയിലേക്ക് നീങ്ങുകയാണ്. അതിന്റെ ഭാഗമായാണ് ഇന്നിപ്പോൾ ഇത്തരത്തിലുള്ള റെയ്ഡുകളിലേക്ക് കടന്നിരിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി മട്ടന്നൂർ മേഖലയിൽ വ്യാപകമായ റെയ്ഡ് നടന്നിരുന്നു. ഇത്തരത്തിൽ നേരത്തെ ബോംബ് സൂക്ഷിക്കുകയും ബോംബ് കണ്ടെത്തുകയും ഒക്കെ ചെയ്ത പ്രദേശങ്ങളെല്ലാം കേന്ദ്രീകരിച്ച് പോലീസ് റെയ്ഡ് നടത്തി വരുന്നുണ്ടായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ബോംബ് ശേഖരിക്കുന്നത്, എന്തായാലും കണ്ണൂരിൽ ഇത്തരത്തിൽ ബോംബ് ശേഖരിക്കുന്നത് രാഷ്ട്രീയ വൈര്യം തീർക്കുന്നതിനും രാഷ്ട്രീയ പ്രതിയോഗികൾക്കെതിരെ പ്രയോഗിക്കുന്നതിനുമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഒരുപക്ഷെ അത് കണ്ണൂരിലുള്ള ഏത് രാഷ്ട്രീയ പാർട്ടിക്കും, അതായത് കോൺഗ്രസിനായാലും BJPക്കായാലും CPIM-നായാലും ഇതിന്റെ ഒരു ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാവില്ല. തീർച്ചയായും രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. കഴിഞ്ഞ ദിവസമുണ്ടായ ബോംബ് സ്ഫോടനത്തിൽ വൃദ്ധൻ മരിച്ച എരഞ്ഞോളി ബോംബ് സ്ഫോടനത്തിൽ വൃദ്ധൻ മരിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ തലശ്ശേരി മേഖലയിൽ വ്യാപകമായ റെയ്ഡ് നടക്കുന്നത്. നേരത്തെയും ഇത്തരത്തിലുള്ള റെയ്ഡ് നടക്കുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു ദാരുണ സംഭവം ഉണ്ടായത് എന്ന കാര്യം കൂടി നമ്മൾ ശ്രദ്ധയിൽ വയ്ക്കണം. തലശ്ശേരി, പാനൂർ, ചൊക്ലി പ്രദേശങ്ങളിലാണ് ഇപ്പോൾ റെയ്ഡ് ഉണ്ടായിരിക്കുന്നത്. നിഖിലാണ് വിശദമായ റിപ്പോർട്ട് കണ്ണൂരിൽ നിന്നും നൽകിയത്.